യെസ്, ഗുഡ് മോർണിംഗ്. ഹലോ സർ, ഹൗ ആർ യു? ഹാ, എന്തു പറ്റി ഇത്ര രാവിലെ? ഞാൻ വന്നു കയറിയതേ ഉള്ളൂ. ഞാനും വന്നു കയറിയതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ചെറിയ പ്രോബ്ലം. രാവിലെ തന്നെ ഒരു 15 lakhs ചെക്ക് നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്. അതാ ദത്തൻ ഫിനാൻസിയേഴ്സിന്റെയാ. കൗണ്ടർ തുറന്നപ്പോൾ തന്നെ വന്നതാ. അത് പക്ഷെ 7 ലക്ഷമേ അക്കൗണ്ടിലുള്ളൂ. ഉടനെ 8 lakhs ഡെപ്പോസിറ്റ് ചെയ്യണം. ഉച്ചവരെ ഞാൻ പിടിച്ചു വെച്ചോളാം. പക്ഷെ 1 മണിക്ക് മുമ്പ് സെറ്റിൽ ചെയ്യണം. ആ ചെക്ക് ഉടനെ പ്രസന്റ് ചെയ്യേണ്ടതല്ല. അത് വലിയ ചതിയായല്ലോ. ഏതായാലും സാറ് വിഷമിക്കണ്ട, എൻ്റെ ഈ ക്യാഷ് ഉണ്ട്. 1 മണിക്കൂറിനുള്ളിൽ സംഗതി സെറ്റിൽ ചെയ്യാം. ക്യാഷ് എടുത്തുകൊണ്ട് വരാനുള്ള സമയം മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ചെക്ക് മടക്കല്ലേ സാർ? പീറ്റർ സാർ, ഡോളിയെ വിളിക്ക്. ഡോളി മേഡം എത്തിയിട്ടില്ല സാർ. എത്തിയിട്ടില്ലേ? അതെന്ത് പറ്റി? ഡോളി വന്നിട്ട് ചെയ്യേണ്ട ഒരുപാട് ജോലികളുണ്ടല്ലോ. വന്നിട്ടില്ല സാർ. മിസ്റ്റർ പ്രമോദ്, വീണ്ടും വിളിക്കുന്നതിൽ ക്ഷമിക്കണം. ഒരു മണിക്കൂർ കൂടി തരണം സാർ. 1 മണിക്ക് മുമ്പ് ഞാൻ ക്യാഷ് തീർച്ചയായും അടയ്ക്കാം. 1 മണിക്ക് മുമ്പ് നടക്കണം. റെഡിയാക്കാം സാർ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ആരാ? ഡോളിയുടെ വീട് പൂട്ടിക്കിടക്കുന്നു. ഡോളി മേരി വർഗീസ് പോയല്ലോ. അവരുടെ ഹസ്ബൻഡ് വന്നിരുന്നു. താക്കോല് തന്നിട്ടുണ്ട്. ഹസ്ബൻഡോ? അതെ, ആ മീശയുള്ള മെലിഞ്ഞയാള് ഹസ്ബൻഡാണെന്ന് ഡോളി തന്നെയാ പറഞ്ഞത്. പ്രമോദ് സാറ് വന്നാൽ വീടിന്റെ താക്കോല് വരാൻ പറഞ്ഞു. 1 മിനിറ്റ്. എവിടെ പോകുന്നു പറഞ്ഞത്? അതൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചാ പോയത്. കാർ ഓടിച്ചത് അയാളാ. അത്ഭുതമായിരിക്കുന്നല്ലോ. രാവിലെ കണ്ടപ്പോഴും ഡോളിയൊന്നും പറഞ്ഞില്ല. വീട് വാടകയ്ക്ക് എടുത്തപ്പോ ഹസ്ബൻഡിനോട് പിണങ്ങി ഒറ്റയ്ക്ക് താമസിക്കാണെന്നല്ലേ പറഞ്ഞത്. ഏതായാലും അവർ തമ്മിലുള്ള പിണക്കമൊക്കെ തീർന്നു.
ചതിച്ചോ? ഹലോ മിസ്റ്റർ പ്രമോദ്, എന്തു പറ്റി ഈ വഴി? ഓ, എന്റെ ഭാര്യയെ കൊണ്ടുവിടാൻ വന്നതാണോ? എനിക്ക് വേണ്ട അവളെ, അത് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ. ഡോളി എവിടെ? എനിക്കതാ അറിയേണ്ടത്. ഡോളിയെ നിങ്ങൾ ചെന്ന് വിളിച്ചോണ്ട് വന്നെന്നാണല്ലോ ഹൗസ് ഓണർ പറഞ്ഞത്. ഡോളി എവിടെ? അത് ശരി, നമ്മക്കിട്ട് വയ്ക്കാമെന്നതല്ലയോ? പൊന്നു സാറേ, അതങ്ങ് കൈ വച്ചേരെ, ഇങ്ങോട്ടെടുക്കണ്ട. എന്റെ ഭാര്യ ഓർറാ, മര്യാദയ്ക്ക് അവളെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്ത്. എന്നിട്ട് മതി നമ്മുടെ തമ്മിന്റെ സംസാരം. നിങ്ങൾ അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി, പിന്നെ വീടെടുത്ത് താമസിപ്പിച്ചു. എല്ലാം ഞാൻ അറിഞ്ഞു. എവിടെ അവൾ? വർഗീസ്, പ്ലീസ് നിങ്ങൾ എന്നെ സഹായിക്കണം. ഡോളിയെ കാണാനാണ് ഞാൻ വന്നത്. അവൾ എവിടെയെന്ന് എനിക്ക് അറിയില്ല. എത്രയും വേഗം അവളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം തകരും. പ്ലീസ് ഹെൽപ്പ് മീ. അത് ശരി, കാണാനില്ലെന്നോ? അങ്ങനെ വരട്ടെ. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. ഹൗസ് ഓണർ പറഞ്ഞത് നിങ്ങളുടെ കൂടെ വന്നെന്നാ. വീട്ടിൽ കയറി നോക്കിയപ്പോ സാധനങ്ങളൊന്നുമില്ല. ഞാൻ 45 ലക്ഷം രൂപ അവിടെ വെച്ചിരുന്നു. ഒന്നും കാണുന്നില്ല. ഫർണിച്ചർ പോലും ഇല്ല. കള്ള തിരുമാലി, എവിടാ എന്റെ ഭാര്യ? പ്ലീസ് വർഗീസ്, ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്കിനി ഒന്നേ അറിയാനുള്ളൂ. നീ എങ്ങനെ അവളെ കൊന്നു? കഴുത്ത് കണ്ടിച്ചോ അതോ വിഷം കൊടുത്തോ? എവിടാ നീ കുഴിച്ചിട്ടത്? സത്യം പറടാ വർഗീസ്, പ്ലീസ്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ. നിന്നെ കൊണ്ട് അഴിയാൻ നിൽക്കും. പറടാ, സത്യം പറടാ. നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ. നീ എന്റെ ഭാര്യ കൊന്നുവല്ലേ? പോയോ? പോയി. എന്തൊരു അഭിനയായിരുന്നു എന്റെ ചക്കുട്ടൻ. അല്ല, അയാളിനി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുവോ? പോലീസിനോട് എന്തു പറയും? കള്ളപ്പണം അല്ലേ? ദത്തം ഫിനാൻസിന് 15 ലക്ഷം രൂപ കൊടുക്കാനുള്ള, അപ്പൊ 45 ലക്ഷം രൂപ ബ്ലാക്ക് മണി ആയിട്ട് കയ്യിൽ വച്ചിരുന്നു എന്ന് പറഞ്ഞ പോലീസും ഇൻകം ടാക്സും കൂടെ ഇയാളെ വെറുതെ വിടുവോ? കടം മേടിച്ചത് സോഴ്സ് കാണിക്കാനല്ലേ? താമസിയാതെ നമുക്കൊരു ബ്ലേഡ് കമ്പനി തുടങ്ങണം. അയ്യോ, ഉടനെ വേണ്ട. ആളുകൾക്ക് സംശയം തോന്നും. നിന്റെ ഒരു ബുദ്ധി. അല്ല, ഇതാരെ? പ്രമോദ് മോനോ? എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായി നിന്നെ കണ്ടിട്ട്. എന്താ ഈ അങ്കിളിനെ കാണാൻ നീ ഈ വഴി വരാത്തത്? നീ എന്നെ അങ്ങ് മറന്നോ? കമ്പനിയൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായിരിക്കട്ടെ. അങ്കിൾ, എന്നാലും എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. ചതിയോ? എന്താടാ മോനെ നീ പറയുന്നത്? 15 ലക്ഷത്തിന്റെ ചെക്ക് ഞാൻ ഒപ്പിട്ട് തന്നത് ഒരു ജെന്റിൽമെൻസ് എഗ്രിമെന്റിന്റെ പേരില. അതിൽ 8,15,000 രൂപ ഞാൻ അടച്ചു കഴിഞ്ഞതാണ്. എന്നിട്ടും ആ ചെക്ക് മുഴുവൻ തുകയ്ക്കും ബാങ്കിൽ കൊടുത്തു. അതുപോട്ടെ, ആ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പറയാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. ചെക്കോ? ഏത് ചെക്ക് മോനെ? നീ എന്നോട് ക്ഷമിക്കടാ മോനെ. അങ്കിളിന് വയസ്സായില്ലയോ? ഇപ്പൊ ബിസിനസ് എല്ലാം നന്ദുവാ നോക്കുന്നത്. നിനക്ക് തന്ന ക്യാഷ് ബ്ലോക്കായിട്ട് കിടക്കുവാണെന്ന് അവൻ ഇന്നാള് പറഞ്ഞായിരുന്നു. വിഷമിക്കണ്ട, നിനക്ക് അവനെ അറിയത്തില്ലയോ? ചെന്ന് കണ്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കും. അവൻ ശരിയാക്കി തരും. മോൻ വിഷമിക്കണ്ട. അങ്കിൾ, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പേരില്ല. അല്ല, ആര് പറഞ്ഞു? നീ ഇങ്ങനെ വേവലാതിപ്പെടാതെ കൊച്ചനെ. പോയി നന്ദുവിനെ കണ്ട് കാര്യം പറ. എല്ലാം ശരിയാവുന്നേ. പോരെങ്കിൽ നിന്റെ ചേട്ടത്തെ ആരുടെ ഇപ്പൊ അവിടെ ഉണ്ടല്ലോ, അവൾ നിന്നെ സഹായിക്കാതിരിക്കുവോ? അർണ, അതാരാ വരുന്നത് നോക്ക്. ഭർത്തൃ സഹോദരൻ സീതയെ തേടി ലക്ഷ്മണൻ വന്നിരിക്കുന്നു. കൊച്ചുകുട്ടനോ? എന്ത് പറ്റി ഈ വഴിക്ക്?
വേശ്യയായ ചേട്ടത്തിയമ്മയുടെ ജീവിതം കാണാൻ വന്നതാണോ? കേട്ടോ നന്ദു, കൊച്ചുകുട്ടൻ അതായത് പ്രമോദ് ഭയങ്കര കക്ഷിയാ. അദ്ദേഹത്തിന് മറ്റുള്ളവരെ എന്തും പറയാം. അദ്ദേഹം ആണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത മാന്യനുവാ. അല്ല, ആ പെണ്ണിപ്പോഴും വീട്ടിലുണ്ടോ അതോ മാറ്റിയോ? ഏതായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഒരേ സമയം ഒരേ വീട്ടിൽ 2 ഭാര്യമാർ. അയ്യോ, അല്ല, യമുന അറിഞ്ഞോണ്ടാണോ അതോ കൊച്ചു കള്ളൻ? അങ്ങനെയൊന്നും പറയില്ലേ നന്ദു. അവര് ഭാര്യയും ഭർത്താവും സദാചാരത്തിന്റെ ആളുകളാ. ഭർത്താവ് വേറൊരു സ്ത്രീയുടെയും മുഖത്തു നോക്കില്ല. ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവെന്ന് വെച്ചാ കൺകണ്ട ദൈവം. നന്ദു, ഞാൻ വന്നത് അത്യാവശ്യമായ ഒരു കാര്യം സംസാരിക്കാനാ. എന്ത് കാര്യം വേണമെങ്കിലും പ്രമോദിന് സംസാരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ആ ചെക്കിന്റെ കാര്യം മാത്രം ഒരക്ഷരം മിണ്ടരുത്. ഡോണ്ട് ബി സോ ക്രൂവൽ. ബിസിനസ്സിൽ ക്രൂവൽറ്റി ഉണ്ടോ പ്രമോദ്? ഒരു ഡീൽ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നേ ചോദിക്കാനുള്ളൂ. അതാണ് ബിസിനസ്സുകാരന്റെ ധർമ്മം, കർമ്മം. നന്ദു, ആ ചെക്ക് എന്റെ പേരിൽ ഇപ്പോൾ പ്രസന്റ് ചെയ്തത് വലിയ ദൈവദോഷമായിപ്പോയി. 8 ലക്ഷത്തിൽ പരം രൂപ ഞാൻ അടച്ചതാ. എന്നിട്ട് മുഴുവൻ പൈസയും ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞ നോ, അടച്ച തുക പലിശയായി വരവ് വെച്ചു. പലിശയുടെ റേറ്റൊക്കെ കൂടിയില്ലേ? നിങ്ങൾക്ക് ആ കട എന്നേ തീർക്കാമായിരുന്നു. ഇത് വാസ്തവത്തിൽ 14 മാസം മുമ്പേ തീരേണ്ടതായിരുന്നു. യു ഡിഡ്ന്റ് ക്ലോസ് ദാറ്റ്. പിന്നെ ഇപ്പൊ അതേക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് എന്താ കാര്യം? ചേട്ടത്തി, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനൊരു വല്ലാത്ത ക്രൈസിസിൽ പെട്ടുപോയി. അയ്യോ കൊച്ചുകുട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ? ഇനി അഥവാ ഹെൽപ്പ് ചെയ്താൽ തന്നെ അത് സ്വീകരിക്കുന്നത് പ്രമോദിന് നല്ലതാണോ? അന്ന് മരണ വീട്ടിൽ വെച്ച് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നീ എന്നെ വേശിയെന്ന് വിളിച്ചതല്ലേ? ആ സ്ഥിതിക്ക് എന്റെ ഹെൽപ്പ് സ്വീകരിക്കുന്നത് പ്രമോദിനും ഭാര്യയ്ക്ക് നാണക്കേടാവില്ലേ? ബിസിനസ് ഈസ് ബിസിനസ് പ്രമോദ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറില്ല. പണം അടയ്ക്കുകയേ നിവർത്തിയുള്ളൂ. ബ്ലേഡ് ബാങ്ക് നടത്തി കോടിക്കണക്കിന് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ, അതിൽ നിന്ന് കുറച്ച് പണം ഇങ്ങോട്ടെടുത്താ പോരെ? ആ, ഓ, ബ്ലാക്ക് ആയിരിക്കും അല്ലേ? ബാങ്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അതോ ഇനി പണം സമ്പാദിച്ചിട്ടുള്ളത് നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പേരിലാണോ? ശവത്തി കുത്തരുത് നന്ദു. ഹർണേ, ഏതായാലും ഇവൻ നമ്മളെപ്പറ്റി ഓരോന്ന് പറഞ്ഞിടന്നല്ലേ. അതുകൊണ്ടാണല്ലോ നീ ഇപ്പൊ എന്റെ കൂടെ ആയത്. അതുകൊണ്ട് നമുക്ക് ഇവനോട് നന്ദി വേണം. അതെ, അതുകൊണ്ട് ഒരാഴ്ച സമയം കൊടുക്കാം. അതിൽ കൂടുതൽ വേണ്ട. ഒരാഴ്ച, 1 വീക്ക്, 7 ഡേയ്സ്, അത്രയും ദിവസം ഞാൻ നിനക്ക് തരാം.